നമ്മുടെയൊക്കെ നഴ്സറി ക്ലാസ്സുകളിൽ, സ്കൂളുകളിൽ പാരമ്പര്യമായിട്ട് പഠിപ്പിച്ചു വരുന്ന ഒരു കഥയുണ്ട്. എ സ്റ്റോറി ഓഫ് എ തേഴ്സ്റ്റി ക്രോ. ദാഹിച്ചു വളയുന്ന ഒരു കാക്കയുടെ കഥ. ദാഹജലം തേടി അലയുന്ന കാക്ക ഒരിടത്ത് ഒരു കുടത്തിൽ ഒരൽപ്പം വെള്ളമിരിക്കുന്നത് കാണുകയാണ്. ബുദ്ധിമാനായ കാക്ക ആ കുടത്തിലേക്ക് കല്ലുകൾ കൊണ്ടിടുന്നു. കല്ലുകൾ കൊണ്ടിട്ടപ്പോൾ വെള്ളം പതിയെ പൊങ്ങി പൊങ്ങി കാക്കയ്ക്ക് കുടിക്കാൻ പര്യാപ്തമാവുന്നു. കാക്ക വെള്ളം കുടിക്കുന്നു. കാക്കയുടെ ദാഹമണയുന്നു. ബുദ്ധിമാനായ കാക്ക എന്ന് പറഞ്ഞ് നമ്മളെയും നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു പോയിരിക്കുന്ന ഒരു കൊച്ചു കഥ. കാക്കയുടെ ബുദ്ധിയെപ്പറ്റി നമ്മൾ പ്രശംസിച്ചു. പക്ഷേ വെള്ളത്തിലേക്ക് കല്ലിട്ടാലോ അഴുക്കിട്ടാലോ മറ്റ് മാലിന്യങ്ങളിട്ടാലോ ആ ജലം ഉയർന്നു വന്ന് നമ്മുടെ തലയെ മുക്കിക്കളയുമെന്ന സാമാന്യ ബോധം ഇത്രയും കാലം പാരമ്പര്യമായിട്ട് ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടും പഠിപ്പിച്ചു കൊടുത്തിട്ടും എനിക്കോ നിങ്ങൾക്കോ ഈ നാട്ടുകാർക്ക് മുഴുവനോ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് കേരളം ഇന്നു കാണുന്ന ഈ വെള്ളപ്പൊക്കത്തിൻ്റെ മൂല കാരണം എന്ന് പറയേണ്ടി വരും. ഒരു കാക്കയ്ക്ക് വെള്ളത്തിൽ കല്ലിട്ടാലോ മറ്റ് കാര്യങ്ങളിട്ടാലോ വെള്ളം പൊങ്ങി വരും എന്ന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യരായ നമുക്ക് നമ്മുടെ ജലമൊഴുകുന്ന നീർച്ചാലുകളിലൂടെ അവിടെ അഴുക്കിട്ടാലോ കല്ലുകളിട്ടാലോ ചെളിയടിഞ്ഞാലോ ആ വെള്ളം ഒഴുകുവാനായിട്ടുള്ള സ്ഥലമില്ലാതെ നമ്മുടെയൊക്കെ പറമ്പിലേക്ക് കയറി വരും എന്ന സാമാന്യ ബോധം ഇല്ലാതായിപ്പോയി? ഒരു പ്രളയത്തെ മാത്രം പഴിക്കേണ്ട ഒന്നാണോ? അല്ലെങ്കിൽ നദികളിലെ മണ്ണ് എടുക്കാത്തതുകൊണ്ട് മാത്രമാണോ ഈ പ്രളയം ഉണ്ടാകുന്നത്? അല്ല എന്ന് പറയേണ്ടി വരും. മനുഷ്യൻ്റെ അനാസ്ഥയും സർക്കാർ സംവിധാനങ്ങൾ ഇത്തരണത്തിൽ ചിന്തിക്കാത്തതും അതോടൊപ്പം തന്നെ പ്രകൃതിയിൽ വന്ന മാറ്റങ്ങൾ മൂലം ഉണ്ടായി അടിഞ്ഞുകൂടിയ അഴുക്കുകളും എല്ലാം ഇന്ന് ഈ കേരളത്തിൽ പെടുന്നനെയുള്ള പ്രളയങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാണ്. നമുക്കറിയാം 2018 വേദനയുമായുമായിരുന്നു നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ വെള്ളം കയറി ഇറങ്ങിയപ്പോൾ പ്രളയം എന്നത് നമ്മുടെ അടുത്തൂടെ കടന്നു പോകുന്ന ഒന്നാണ്, എപ്പോഴും കരുതിയിരിക്കേണ്ട ഒന്നാണ് എന്ന് നമ്മുടെ മനസ്സ് പഠിപ്പിച്ചു. ആ പ്രളയത്തിന് ശേഷം പക്ഷേ കൃത്യമായി നമ്മൾ അതനുസരിച്ച് പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. വീണ്ടും നമ്മുടെ പ്രവൃത്തികൾ നാം തുടർന്നു. നമ്മുടെ നിയമങ്ങളനുസരിച്ച് അന്ന് അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ തോടുകളിൽ നിന്നും നദികളിൽ നിന്നുമൊക്കെ മാറ്റിയോ എന്ന് ചോദിച്ചാൽ ചിലതൊക്കെ നടന്നു, ചിലതൊക്കെ നടന്നില്ല എന്നും പറയേണ്ടി വരും. ഇവിടെയാണ് സന്തുലിതമായിട്ടുള്ള ഒരു വികസന പദ്ധതിയുടെ ഒരു റിവർ മാനേജ്മെൻറ്റ് പറയുമ്പോൾ ഓർക്കുക, 44 നദികളുടെ മാത്രം മാനേജ്മെൻ്റ് അല്ല കേരളത്തിലുണ്ടാകേണ്ടത്. കേരളം എന്ന ഈ സംസ്ഥാനത്തിൻ്റെ വാരിയല്ലും നട്ടെല്ലുമൊക്കെയായി ഈ 44 നദികളെ നമുക്ക് വിശേഷിപ്പിക്കാമെങ്കിൽ ആ നദികളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന, അവന് വേണ്ട ഊർജം പകർന്നു കൊടുക്കുന്ന നാഡികളെന്ന് വിശേഷിപ്പിക്കാവുന്ന അനേകായിരം തോടുകളും ചെറു ആറുകളും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട്. പക്ഷേ അവയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നമുക്കുണ്ടോ? അത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം അറിയേണ്ട ഒന്നുണ്ട്. പഞ്ചായത്ത് രാജ് ആക്ടിലെ 218 വകുപ്പ് പ്രകാരവും അതോടൊപ്പം തന്നെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ 208A വകുപ്പ് പ്രകാരവും ഇവിടുത്തെ ഓരോ തോടും ആറും നദികളുമെല്ലാം പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ, അതായത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമൊക്കെ നിക്ഷിപ്തമാണ്. അത് ഒഴിവാക്കിക്കൊണ്ട് 9ഓളം നദികൾ മാത്രമാണ് കേരളത്തിൽ പ്രത്യേകമായിട്ട് നോട്ടിഫൈ ചെയ്തിരിക്കുക. ബാക്കിയെല്ലാം പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമാണ് നിക്ഷിപ്തമായിരിക്കുക. അതുകൊണ്ട് തന്നെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചുമതല പ്രധാനമായിട്ടും ഈ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്കുമാണ് ഉള്ളത്. പക്ഷേ നിർഭാഗ്യമെന്നേ പറയേണ്ടതുണ്ട്. ഒരു പഞ്ചായത്തിൽ ചെന്ന് നിങ്ങളുടെ പഞ്ചായത്തിൽ എത്ര തോടുകൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ചിലപ്പോൾ കൈമലർത്തിയെന്ന് വരാം. അവരുടെ കയ്യിൽ പുറമ്പോക്ക് രജിസ്റ്ററുണ്ട്.
റോഡ് രജിസ്റ്റർ ഉണ്ട്, പക്ഷേ ഒരു തോട് രജിസ്റ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധപ്പെടാൻ. അതായത് പഞ്ചായത്തിൻ്റെയാണ് ഈ തോടുകളെങ്കിൽ എന്തുകൊണ്ട് ഇവരുടെ ഈ രേഖകളില്ല? ഇവിടെയാണ് നമ്മുടെ നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു പോളിസി കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. 2001 മുതൽ നമ്മുടെ റിവറുകളെ, നമ്മുടെ നദികളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമ്മളൊരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക്സ് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് 2001 എന്ന് പറയുന്ന സാൻഡ് ആക്ട് എന്ന് ചുരുക്കത്തിൽ പറയുന്ന നിയമമാണ്. ഈ നിയമത്തെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിലെ നദികളിലെ മണ്ണ് എടുക്കേണ്ട കാര്യമുണ്ടാകേണ്ടത്. അതനുസരിച്ച് പഞ്ചായത്ത് തല കടവ് കമ്മിറ്റികളെന്ന് പറയുന്നത് ഓരോ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും മണ്ണെടുക്കാൻ പര്യാപ്തമായിട്ടുള്ള വാട്ടർ ബെഡുകൾ ഇവർ കണ്ടെത്തണം. ആ വാട്ടർ ബെഡുകൾ കണ്ടെത്തിയ ശേഷം അതിന് നിശ്ചിതമായിട്ടൊരു കടവ് കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയിൽ കണ്ടെത്തിയ ശേഷം ജില്ലാതലത്തിലൊരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ അപ്രൂവലോടുകൂടി വേണം ഈ മണ്ണെടുക്കുവാനായിട്ട്. ഈ മണ്ണെടുക്കുമ്പോൾ ആവശ്യത്തിലധികം മണ്ണെടുത്താലും പ്രശ്നമുണ്ട്. എന്താണത്? അത് നമ്മുടെ കിണറുകൾ ഉൾപ്പെടെയുള്ള ഭൂഗർഭജലത്തിൻ്റെ അളവിനെ ഒരുപക്ഷെ കുറയ്ക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് 29ാം വകുപ്പിലും ഇതിനനുബന്ധിച്ചുള്ള റൂൾസിൻ്റെ 30ാം റൂൾസിലും പറയുന്നുണ്ട് സാൻഡ് ഓഡിറ്റിങ്. 3 കൊല്ലത്തിനുള്ളിൽ സാൻഡ് ഓഡിറ്റിങ് നടത്തണം എന്ന് പറയേണ്ടതുണ്ട്. അതും കേരളത്തിൽ കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒന്നുണ്ടാക്കിയ കടവുകളിൽ മണ്ണെടുക്കുന്ന രീതികൾ നമുക്കുണ്ടായിരുന്നു. അത് കുഴിച്ച് പാതാളമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് വേണ്ട എന്ന് സർക്കാർ തീരുമാനിച്ചു. ഈ 2018 പ്രളയത്തിന് ശേഷം കടന്നു വന്നപ്പോൾ മണ്ണും എക്കലും അതോടൊപ്പം തന്നെ മാലിന്യങ്ങളും അടിഞ്ഞുകൂടി നമ്മുടെ നദികളിലെ ആഴത്തെ എത്രയെന്നോ എവിടെയെന്നോ നിർണ്ണയിക്കാനാവാതെ വന്നപ്പോൾ ഇതിൻ്റെ ആവാഹന ശേഷിയും കുറഞ്ഞു വന്നു. അതിനുശേഷം കൃത്യമായ ഒരു സാൻഡ് ഓഡിറ്റ് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അത് പൂർണ്ണമായി എന്ന് പറയാൻ വയ്യ. മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതനുസരിച്ച് മണ്ണ് മാറ്റലുകൾ നടത്തിയിട്ടുമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഈ സാൻഡ് ഓഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് എല്ലാ 3 കൊല്ലവും കൃത്യമായി സാൻഡ് ഓഡിറ്റിംഗ് നടത്തി എവിടെയൊക്കെ മണ്ണ് എടുക്കണം എന്ന് നിർവചിക്കുന്ന ഒരു സംവിധാനം കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ അത് പീരിയോഡിക്കലായി നടന്ന് ഓരോ തലത്തിലും എവിടെയൊക്കെ മണ്ണുണ്ട് എന്നറിഞ്ഞുകൊണ്ട് കൃത്യമായി മണ്ണെടുക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കടന്നു വരുവാനായിട്ട് പറ്റൂ. പിന്നെ ഈ സാൻഡ് ആക്ട് പ്രകാരം പറയുക 15 മീറ്റർ, അതായത് ഒരു നദിയുടെ തീരത്ത് നിന്ന് 15 മീറ്ററിന് അപ്പുറേക്ക് മാത്രമേ ഉള്ളൂ മണ്ണെടുക്കുവാനായിട്ട് പറ്റുള്ളൂ. 40 മീറ്ററിൽ താഴെയുള്ള നദികളാണെങ്കിൽ 40 മീറ്റർ താഴെയുള്ളതാണെങ്കിൽ അവൾ മണ്ണെടുക്കൽ പാടില്ല. അതോടൊപ്പം തന്നെ പാലം, ഡാമുകൾ, ജലസേചന പദ്ധതികൾ ഇതിൻ്റെയൊക്കെ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ മണ്ണെടുക്കുവാൻ പാടില്ല. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. 40 മീറ്റർ താഴെ വീതിയുള്ള കേരളത്തിലെ ആ ചെറു തോടുകളും ആറുകളുമൊക്കെ എന്തിൻ്റെ പരിധിയിലാണ് അതിൻ്റെ ആഴം നിർണ്ണയിക്കപ്പെടേണ്ടത്? ഇവിടെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, പഞ്ചായത്തുകൾ നിക്ഷിപ്തമായിരിക്കുമ്പോഴും ഇതിൻ്റെ ആഴം എത്രയെന്നോ വീതി എത്രയെന്നോ കൃത്യമായ ഒരു റെക്കോർഡുകൾ കേരളത്തിലില്ല എന്ന് പറയേണ്ടി വരും. നദികളെ പരിപോഷിപ്പിക്കുവാനും പരിപാലിപ്പിക്കുവാനും വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങളുണ്ടെങ്കിൽ അത് സമഗ്രമായിട്ട് താഴെത്തട്ടിലേക്ക് നമ്മുടെ തോടുകളിലേക്കും ചെറിയ ആറുകളിലേക്കും എത്തുമ്പോൾ ഇല്ല എന്ന് പറയേണ്ടി വരും. ഈ മേഖലയിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ആഴം കൂട്ടുവാനായിട്ടുള്ള നിയമ ഭേദഗതികൾ നിലവിലുള്ള സാൻഡ് ആക്റ്റിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി ഇത് പഞ്ചായത്തിലേക്ക് നിക്ഷിപ്തമാക്കി കൃത്യമായി ഓരോ വർഷവും നമുക്കറിയാം PWDക്ക് റോഡുകളുണ്ട്. അത് തിരിച്ച് പഞ്ചായത്ത് റോഡ്, മുനിസിപ്പൽ റോഡ്, സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ, PW റോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ നിർണ്ണയിക്കുവാനായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടും നമുക്ക് സംവിധാനമുണ്ട്. പക്ഷെ നമ്മുടെ തോടുകൾക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല എന്ന് പറയേണ്ടി വരും എന്നില്ല, ഇല്ല എന്ന് തന്നെ ഉറപ്പിക്കുക. ചെറു തോടുകളെ ഇങ്ങനെ മാറ്റിക്കൊണ്ട് ഇതിലെ ആവാഹന ശേഷി കൂട്ടേണ്ടതുണ്ട്. ജലം വഹിക്കാനുള്ള തോത് കൂട്ടിയെങ്കിൽ മാത്രമേ ഈ വെള്ളപ്പൊക്കം, ഇത് ജലത്തിൻ്റെ തോത് കൂട്ടലിൻ്റെ മാത്രമല്ല, ഒരു പാലം
താഴ്ത്തിപ്പണിയുമ്പോൾ അതൊരു ഡാമിന് തുല്യമാണെന്നാണ് പറയുക. അതായത് ആ പാലത്തിൽ വന്ന് തടഞ്ഞ് വെള്ളം നിന്ന് കഴിയുമ്പോൾ ചുറ്റുപാടുമുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ താഴ്ന്ന് വെള്ളം നിറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ആ പാലത്തെ കവിഞ്ഞ് ജലം മുന്നോട്ട് പോവുക. അതായത് താഴ്ന്നു വെക്കുന്ന പാലങ്ങൾ പോലും അത് ഇവിടെ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഈ ചെറുതോടുകളിലെങ്കിൽ ഈ നദികളിലേക്ക് ജലം എത്തിക്കുന്നതും ആ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ചെറുതോടുകളാണ്. ഇത് മാത്രമല്ല, നമ്മുടെയൊക്കെ ചെറു വഴികൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വഴികളിലൂടെ പണ്ട് കാലങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാത്ത വഴികളിലൂടെ വെള്ളം ഒഴുകുമ്പോൾ ആ വെള്ളം ഭൂമിയിലേക്ക് താഴുമായിരുന്നു. ഇപ്പോൾ ഭൂമിയിലേക്ക് താഴുന്നില്ല. പകരം എന്താണ്? കോൺക്രീറ്റിലൂടെ ഒഴുകി നേരെ കണ്ടത്തിലേക്കും തോടുകളിലേക്കും പോവുകയാണ്. അത് ഭൂമിയിൽ താഴാതെ ഒഴുകി പോകുമ്പോൾ അതും വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നുവെന്ന് തിരിച്ചറിയുക. അപ്പോൾ ഈ പ്രക്രിയയിലും, അതായത് ഇടത്തൊണ്ടുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പ്രക്രിയയിൽ പെർമീബിളായിട്ടുള്ള വെള്ളം ഇറങ്ങുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ റിവർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി തന്നെ രൂപീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നുവെന്ന് സർക്കാർ തിരിച്ചറിയുക. സമൂലമായിട്ടുള്ളൊരു മാറ്റം സാൻഡ് ആക്റ്റിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ മണൽ ഖനനം എന്ന് പറയുമ്പോഴൊന്ന് ഓർക്കേണ്ട ഒന്നുണ്ട്. ഈ മണൽ ഖനനം പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നാകരുത്. MC മേത്ത കേസിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ മുൻകൂട്ടി കണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം പ്രകൃതിയിലും വികസനത്തിലും ഉണ്ടാകേണ്ടത്. മണൽ ഖനനം അത് നല്ലതാണെങ്കിൽ, അത് നമുക്ക് ആവശ്യമുള്ളതാണെങ്കിലും അത് ഭൂമിയെ നശിപ്പിക്കുന്ന രീതിയിലാകരുത്. ഇതിൻ്റെ സന്തുലിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകണമെങ്കിൽ അതനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ മാറേണ്ടതുണ്ട്. മറ്റൊന്നും കൂടെ അറിയേണ്ടതുണ്ട്. ഈ 2018 പ്രളയത്തിന് ശേഷം പമ്പയിൽ മണ്ണടിഞ്ഞുകൂടി അത് അവിടുത്തെ വെള്ളപ്പൊക്കത്തിനുമൊക്കെ കാരണമാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവിടുത്തെ മണ്ണെടുക്കുവാനായിട്ട് തയ്യാറായി. ആ മണ്ണെടുത്ത് അടുത്ത് കരയിലിട്ട് കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോകുവാനായിട്ട് ആളില്ലാത്ത ഒരവസ്ഥ വന്നു. എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. ഈ വിലയ്ക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ മണ്ണിൽ മുഴുവൻ മാലിന്യങ്ങളും ചെളിയുമാണ്. ഇത് മണ്ണ് എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ നദികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ മണ്ണെന്നൊക്കെ പറയുമ്പോൾ മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ മാലിന്യങ്ങൾ ഇടുന്നത് നമ്മളാണ്. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ തോടുകളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നാം ചെയ്യുന്ന ഒരു കുറ്റകൃത്യമാണ്. കഴിഞ്ഞ 2018 ശേഷം പലപ്പോഴും നമ്മുടെ തോടുകളിലെ മണ്ണെടുത്ത് വാങ്ങിയത് ദുരന്ത നിവാരണ നിയമപ്രകാരം അതിൻ്റെ 34-ാം വകുപ്പ് പ്രകാരം അവശ്യഘട്ടങ്ങളിൽ ഫ്ലഡ് വരുമ്പോൾ മാലിന്യങ്ങൾ മാറ്റാനായിട്ടുള്ള നിയമമുണ്ട്. അതനുസരിച്ചായിരുന്നു പല സ്ഥലങ്ങളിലെയും മണ്ണെടുത്ത് മാറ്റിയത്. എപ്പോഴും ദുരന്ത നിവാരണ നിയമം, ദുരന്തം വന്നതിന് ശേഷം ഉണ്ടാകുന്നതാണ്, നമ്മെ രക്ഷിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ശ്രദ്ധ ഈ മണ്ണ് മാറ്റലിന് വേണ്ടിയിട്ടുള്ള നിയമ സംവിധാനങ്ങളിൽ അത് സമൂലമായിട്ട് പരിവർത്തനം ചെയ്യുന്നതിൽ ഭൂപരിഷ്കരണ നിയമങ്ങൾ മാറ്റും എന്ന പ്രഖ്യാപനം ബഡ്ജറ്റിൽ ഉണ്ടായതുപോലെ മണ്ണ് മാറ്റുന്നതിനും കേരളത്തിൻ്റെ തോടുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ വരേണ്ടിയിരിക്കുന്നു. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പതിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ റിവറുകളുടെ, ചെറിയ ആറുകളുടെ, തോടുകളുടെയൊക്കെ പരിപാലനത്തിന് വേണ്ടിയിട്ട് ഒരു അതോറിറ്റി ഉണ്ടാകേണ്ടതും അത്യാവശ്യമായിട്ട് ഈ കാലഘട്ടത്തിൽ മാറിയിരിക്കുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ നിയമങ്ങളുമായിട്ട് സാൻഡ് ആക്റ്റിലെ നിയമങ്ങൾ ക്ലബ് ചെയ്യേണ്ടതും ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നാം തിരിച്ചറിയേണ്ട ഒന്നുണ്ട്. വികസനം എന്ന് പറയുന്നത് എപ്പോഴും കെട്ടിടങ്ങൾ മാത്രം ഉണ്ടാകേണ്ടതൊന്നല്ല. ചിലപ്പോൾ വികസനമെന്ന് പറയുന്നത് ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന വഴിയാണ്. ചിലപ്പോൾ വികസനമെന്ന് പറയുന്നത് ഇവിടുത്തെ മനുഷ്യനെ ജീവിക്കുവാനായിട്ട് അനുവദിക്കുന്ന വഴിയാണ്. അത് മാറേണ്ടിയിരിക്കുന്നു. സർക്കാരിനോട് ഒരു ചോദ്യം. നിങ്ങൾക്ക് കേരളത്തിലെ നദികളുടെ നീളമറിയാമായിരിക്കാം, പക്ഷേ അതിൻ്റെ ഓരോ സ്ഥലത്തെയും വീതി എത്ര എന്ന് പറയുന്ന, ആഴം എത്രമെന്ന് പറയുന്ന ഒരു കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? കേരളത്തിലെ തോടുകളുടെ വീതി എത്രയെന്ന്, ആഴം എത്ര പറയുന്ന ഒരു കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ജിയോ മാപ്പിംഗ് വഴി, ജിയോ കോർഡിനേറ്റ്സ് വഴി, GPS സംവിധാനങ്ങളും വഴി അങ്ങനെ കേരളത്തിലെ എല്ലാ നദികളും അതിൻ്റെ കൈവഴികളും തോടുകളും മാപ്പ് ചെയ്ത് അതിൻ്റെ ആഴം നിർണ്ണയിച്ച, അതിൻ്റെ വീതി നിർണ്ണയിച്ച ഒരു മാപ്പ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ
പ്രശ്നം വരുമ്പോൾ ഈ അഴിയുടെ ഈ നദിയുടെ ആഴം എത്രയെന്ന് വേണ്ടി വീണ്ടും പോകേണ്ട കാര്യമില്ല. ആ മുൻകൂട്ടി നിശ്ചയിച്ച ആഴത്തിനനുസരിച്ച് മണ്ണെടുത്ത് മാറ്റുവാനും അഴുക്കെടുത്ത് മാറ്റുവാനും നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നില്ല? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ തലയിൽ കൂടെ കയറി വെള്ളമിറങ്ങി ശ്വാസം മുട്ടി നാം മരിച്ചു എന്ന് പറയാം. കൊച്ചു കേരളമെന്ന് നമ്മൾ എപ്പോഴും പറയും, ശരിയാണ്. പടബലങ്ങ പോലെ നീണ്ടു കിടക്കുന്ന ഈ കേരളത്തിന് മുങ്ങിത്താഴാൻ അധികം ജലത്തിൻ്റെ ആവശ്യമില്ല. നാം രാഷ്ട്രീയമായി ചിന്തിക്കാതെ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് പരിസ്ഥിതിവാദികളും അതോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളും ഒരുമിട്ട് നിന്ന് കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് വേണ്ടിയിട്ട് ഉതകുന്ന, പുരോഗതിക്ക് വേണ്ടിയിട്ട് ഉതകുന്ന, മനുഷ്യന് ഭരണഘടനയുടെ 21-ാം ആർട്ടിക്കിൾ പറയുന്ന ജീവിക്കാനുള്ള അവകാശത്തിന് ഉതകുന്ന, വീട്ടിൽ വെള്ളം കയറാതെ കിടക്കുവാനായിട്ട് ഉതകുന്ന മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ആ നിയമങ്ങൾ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഒന്ന് മനുഷ്യനോർക്കുക, നമ്മുടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുവാനായിട്ടുള്ള ഇടങ്ങളല്ല നമ്മുടെ തോടുകളും ആറുകളും ചെറിയ നദികളുമെല്ലാം.